പൊന്നുകളികളെ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം കണ്ടത്. ഞാൻ ഞെട്ടില്ല, സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടി. കാരണം ഞാൻ ഞെട്ടി. നിങ്ങൾക്ക് എല്ലാവരും നിഹാദിനെ അറിയില്ല. നിഹാദ് നമ്മുടെ തൊപ്പി MR സെറ്റ് തൊപ്പി. അപ്പൊ പുള്ളിക്ക് എന്റെ ഒരു ചെറിയൊരു പോസ്റ്റ് ഉണ്ട്, തൊപ്പിയിട്ട് തലയിൽ കേട്ടല്ലേ. നമ്മുടെ ഒരു അജിൻഷാ EFX എന്ന് പറഞ്ഞ ഒരു പേജ് ഇട്ടിരിക്കാൻ കേട്ടല്ലേ. അതിലെന്താ സംഭവിച്ച ബയോ വായിക്കാട്ടാ. ട്രിവാൻഡ്രം ഹാഷ്ടാഗ് കൊടുത്തു. ടു എക്സിസ്റ്റ് is to suffer and love is the only cure which suits than agony being. മനസ്സിലല്ലേ? പുള്ളി ഫേസ്ബുക്ക് പേജ് അങ്ങനെ കുറെ പേജ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ പാർട്ടിന്റെ ഒരു പരിപാടി പോലെ ഇങ്ങനെ പാർട്ടിന്റെ എല്ലാ സംഭവങ്ങളും ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വന്നൊരു പോസ്റ്റർ ആണ്. അത് ഫുൾ പാർട്ടിയെ കുറിച്ച് ട്രോള് കാര്യങ്ങൾ ഇല്ലെങ്കിൽ എല്ലാം പാർട്ടിന്റെ മെയിമുകളൊക്കെയാണ് കേട്ടത്. ഇതവിടെ വെക്കാതെ ഞാൻ സാധനം. നിലമ്പൂരിൽ സ്വതന്ത്രനെ പരീക്ഷിക്കാൻ LDF പ്രമുഖ യൂട്യൂബർ തൊപ്പി പരിഗണനയിൽ. എന്റെ പൊന്നോ, ഒന്ന് ആലോചിച്ച് നോക്കിയില്ലല്ലോ നിങ്ങൾ. സീരിയസ് ആയിട്ട് തൊപ്പിയൊക്കെ മത്സരിക്കാൻ ജയിച്ചിട്ട് എന്റെ മോനെ ഒരു തൊപ്പി ഒരു പരിപാടിക്ക് വന്നിട്ട് അതോ ഉദ്ഘാടന പരിപാടിക്ക് വന്നിട്ട് ഒരു പാട്ട് പാടിയത് വൻ വൈറലായിരുന്നു. അതിനൊരു കേസ് കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊപ്പി പിന്നെയും കയറി ഇല്ലേ. നമ്മളെന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെയും ബൂസ്റ്റ് ആവുക ചെയ്യും. മനസ്സിലല്ലേ? ഓഡിയൻസ് സ്റ്റഡിലേക്ക് വൈഡായിട്ട് റീച്ച് ആവും. അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ ഇതാണ് സമയം 2 ദിവസം ഈ പോസ്റ്റ് അയാൾ കിട്ടിട്ട്. അപ്പൊ അത് ലൈക്ക് കുറവാണില്ലേ. കമന്റ് വേറെ കമന്റ് ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ കുറെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ പേര് പോസ്റ്റ് ഒരാൾ ന്യൂസ് കണ്ടോ ഇതിനുമ്പോൾ പുലി ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ അതന്നെ സഖാവ് നിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ ആൾക്കാർ ഈ സംഭവം അയച്ചിട്ടുണ്ട്. തൊപ്പി അറിഞ്ഞിട്ടില്ല, അപ്പൊ തൊപ്പിയൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ. മനസ്സിലായില്ലേ? എനിക്ക് കണ്ടതൊന്നും പെട്ടെന്ന് ഞാൻ ഞെട്ടി, സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടി. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടല്ലേ? പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഇനി ആൾക്കാർ പരീക്ഷിച്ചാലും പരീക്ഷിക്കും. എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്കാണ് വാല്യൂ ഇല്ലല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പ്രമുഖ നേതാവാൻ നിന്നാൽ കൂടി ആൾക്കാർ മടിക്കും. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ട് വളരുന്നവരാണ്. അപ്പൊ ലൈവാണ് തൊപ്പി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലൈവാണ്, ഫുൾ ലൈവാണ്. മനസ്സിലായില്ലേ? ഫുൾ ടൈം ലൈവ് കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടും പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ജയിക്കില്ല, 100% ജയിക്കും. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇവരെ പരീക്ഷിച്ചാൽ പരീക്ഷിക്കും. നമുക്ക് നോക്കാനില്ല. അങ്ങനെ ഒരു ന്യൂസ് സത്യമാണെങ്കിൽ നോക്കാം. അതേ പറഞ്ഞില്ല. അപ്പോ അത്രേ ഉള്ളൂ.